ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും ദൈവകൃപയാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻസ് ഇട്ടവർക്കും വീഡിയോ കണ്ടവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നമ്മൾ സത്യം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത്. വിശ്വസിച്ചാരേ ഒരു കാര്യം നമ്മുടെ സത്യസന്ധത കൊണ്ട്, കാരണം ഞങ്ങളുടെ ഇവിടുത്തെ ഈ ജോലിക്കാർ ഈ ടൈലിൻ്റെ കാര്യം അങ്ങോട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളാണെങ്കിൽ കോവിഡ് സമയമായിരുന്നു അന്നേരം മീര റോഡിൽ കുറച്ച് നാൾ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ പോയി താമസിച്ചായിരുന്നല്ലോ. അപ്പം ഇവിടുത്തെ പഴയ ടൈലായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ഇതിടാനായിട്ട് ആ സമയം കോവിഡും കൂടെ ആയതുകൊണ്ട് ആൾക്കാരെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടെ വന്ന് ഞങ്ങൾ തിരക്കി ഇവിടെയുള്ള ഒരു കോൺട്രാക്ടറെ കിട്ടി. അപ്പോൾ പുള്ളിയുടെ ഞങ്ങളുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. സമയവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അവിടെ നമ്മൾ വീണ്ടും റെൻറ്റ് പുതുക്കിയിട്ട് ഒക്കത്തില്ലല്ലോ നമുക്ക്. ആ തീരുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യണമായിരുന്നു. ആ ദിവസങ്ങൾക്കിടയിൽ ഇതെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഞാനെല്ലാം നല്ലതായിട്ട് ചെയ്തേക്കാം. അങ്ങനെ പെയിൻറ്റിങ്ങും അത് നമ്മുടെ ചർച്ചിലുള്ള ഒരു പയ്യനെ ഏൽപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ ചെയ്തു, പുള്ളി ചെയ്തു. ഇടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു. റീച്ചാൻ ഫുൾ ടൈം വന്ന് നിന്ന് നോക്കാൻ ഒക്കത്തില്ലല്ലേ, കാരണം ജോലിക്കും പോകണ്ടേ. അപ്പോൾ രാവിലെ റീച്ചാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് നേരം ഇവിടെ വരും, വന്ന് നോക്കും. എന്നിട്ട് അവർക്ക് ഫോൺ ചെയ്തെല്ലാം കറക്റ്റ് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ മേളിൽ നമ്മൾ അത്രയും അങ്ങ് വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ച്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ട് റൂമിലെ ടൈല് നമ്മൾ നടക്കുമ്പോൾ പടവ് സൗണ്ട് കേൾക്കുന്നത്. ആദ്യം അങ്ങനെ ആയിരുന്നു. പിന്നെ അത് ടൈല് അവിടുന്ന് ഇളകാൻ തുടങ്ങി. അങ്ങനെ ഒരു ടൈൽ ഇളകി അടുത്തതായി പിന്നെ അയാളെ വിളിച്ച് അയാൾ പറഞ്ഞ് വേറെ എവിടെ അടുത്ത് ജോലിയാ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയും. റേച്ചാന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ വന്ന് നോക്കണേ, അതാണ് ഒരു എന്നാൽ അവർ ചെയ്തത് തെറ്റാ. 2 വർഷമെല്ലാം ആയുള്ളൂ. എന്നിട്ട് പോലും വേറെ ആരെയാണേലും അവരോട് ഇത്തിരി ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഈ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്തതുമില്ല. അയാളിങ്ങനെ സാമട്ടി നിന്ന് റീച്ചാൽ 3-4 തീരെ ഈ ടൈലെടുത്ത കടക്കാരെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ ആ കടയിൽ ചെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞ് പിന്നെ അയാൾ വന്ന് ചെയ്തു. പക്ഷേ അതിനുള്ള പൈസ അയാൾ വാങ്ങിച്ചു. വന്ന് ചെയ്തതിൻ്റെ എക്സ്ട്രാ പൈസ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കവേ പ്രീസമ്മ ഹോളിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നുണ്ടേ. ഞാൻ നിൽക്കുന്ന അടുക്കളയുടെ അവിടുത്തെ ടൈലും ഒന്ന് അവിടെ അനങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ അടുക്കളയുടെ അവിടെയും ടൈല് പടപടോ ഇങ്ങനെ ഒരു വല്ലാത്ത പൊള്ള ഉള്ള സൗണ്ട് പോലെ നോക്കിയുണ്ടേ. അന്നേരം ഞാൻ ഇങ്ങനെ റീച്ചാർഡ് പറഞ്ഞ് ഞങ്ങളങ്ങനെ നോക്കിയുണ്ടേ ആ ഒരു ടൈല് ഇങ്ങനെ ക്രാക്ക് പോലായി ഒരിച്ചിരി കഷണം അതിൽ നിന്ന് പൊട്ടി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അതിൻ്റെ മുകളിലൊരു മാറ്റിട്ട്, കാരണം ആരുടെയും കാലയിലൊന്നും കൊള്ളണ്ടെന്ന് പറഞ്ഞ് മാറ്റിട്ട് ഉച്ചയ്ക്ക് തുടയ്ക്കാൻ വന്നോണ്ടേ ഈ പോൾ അടുക്കളയിലോട്ടും കണ്ടു ഓടിപ്പോയ വഴിക്ക് ഇവൻ എന്നോട് ഒന്ന് പറഞ്ഞ് എൻ്റെ കാലയിൽ എന്തോ കൊണ്ടെന്ന്. ഞാൻ നോക്കിയുണ്ടേ ചോര വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ലടാ, സ്കിന്നായിരിക്കുന്നു. അവൻ പറഞ്ഞു അല്ല, അവർ കോളേജിൽ പോകാൻ സമയമായി. അന്നേരം അവൻ പറഞ്ഞില്ല മമ്മി ഉണ്ടെന്നത്. അങ്ങനെ ഞാൻ കണ്ണാടി വെച്ചൊക്കെ നോക്കി എനിക്കൊന്നും മനസ്സിലായി. അവനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കി. ഒരു കുഞ്ഞ് ചീളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ബാൻഡേഡൊക്കെ ഒട്ടിച്ച് അവനന്ന് കോളേജിൽ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, പോയേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് റിക്ഷയിൽ പോകും. എന്നിട്ട് ഞാൻ ടി കൊടുത്തു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അതാ നമ്മൾ വിശ്വസിച്ച്. എന്നിട്ട് നമ്മൾ ഈ മനുഷ്യനെ വിളിച്ചിട്ട് ഇങ്ങാര് പിന്നെ എനിക്ക് 10-15 ദിവസം എടുക്കും. എൻ്റെ വീടിൻ്റെ മേളിൽ മീൻസ് അടുത്ത് എന്തോ മേളിൽ മാലായിലെങ്ങാണ്ട് ജോലി നടക്കുക. അതായത് നമ്മൾ ഇങ്ങാരും ഒഴിവുതിരിവ് പറയുക. ഞാൻ പറഞ്ഞു റീച്ചാൻ ഇത്തിരി സ്ട്രെയിനായിട്ട് പറയണ്ടേ, 2 വർഷമേ ആയുള്ളൂ. ഇപ്പം റീച്ചാൻ പറഞ്ഞത് ഇതേ സിറ്റുവേഷൻ്റെ റീച്ചാൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞ് 7 വർഷം കഴിഞ്ഞു, ഒരു പ്രോബ്ലവും ഇല്ലെന്ന്. അപ്പോൾ ഇവന്മാരെന്തോ എനിക്ക് തോന്നും അകത്ത് സിമെൻ്റൊന്നും ശരിക്കിട്ടിട്ടില്ലെന്ന്. അങ്ങനെ സംഭവിച്ച ഇതാ. പിന്നെ ഡാഡി റീച്ചാൻ്റെ നിന്ന്
ഫോൺ ചെയ്തിട്ട് മൊബൈൽ വാങ്ങിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ മേളിൽ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ ചെയ്യിപ്പിച്ചത്, വന്ന് നോക്കണം അതായതാന്നൊക്കെ. ഇങ്ങനെ ഒരു വാക്ക് മിണ്ടുന്നില്ല, എന്നാൽ മറുപടി പറയുന്നില്ല, ഫോൺ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെന്തോ ചെയ്യും? പിന്നെ വേറൊരങ്ങാരെ വിളിച്ച് കാണിച്ച് അതിനേക്കായി ചിലവായി ടൈല് വേറെ വാങ്ങിക്കേണ്ടി വന്ന് പിന്നെ അത് വേറൊരങ്ങാരെയും കൊണ്ട് നമ്മളത് ചെയ്യിപ്പിച്ച്. അത് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. ഒരാളുടെ മേളിൽ വിശ്വാസം നമ്മൾ എന്തൊക്കെയോ നമ്മൾ അങ്ങ് പറയുന്ന പോലെയല്ല. അവരിവിടെ വക്രിക്കുന്ന എത്ര നാളിങ്ങനെ വക്രിച്ച് ജീവിക്കും? നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് അവർ നല്ലതായിട്ട് ചെയ്തു തരണ്ടേ? ഇനി ആരെയും നമ്മൾ അറിഞ്ഞ് വിളിക്കൂ? അതാ നമ്മൾ ചെയ്യുന്ന ജോലി വിശ്വസ്തയോടുകൂടി ചെയ്യുക. മറ്റുള്ളവരെ പിഴിഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിച്ചും എന്നാൽ ആൾക്കാർ അവർ അറിയത്തില്ല, കുറച്ച് സിമെൻ്റൊക്കെ അടിയിലിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് അടുക്കളയിൽ അങ്ങനെ കാണാൻ ചെയ്തതായിരിക്കാം. എന്തോ ചെയ്യാനാ? അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചു. ഓക്കെ. രാവിലെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇഡലിയും പിന്നെ പോൾമോൻ പറഞ്ഞ അവന് കട്ടി കുറച്ച ദോശ വേണമെന്ന്. അങ്ങനെ അവൻ അതുണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് ഇപ്പം ഞാൻ ഇതൊന്ന് മാവിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ചായ ഉണ്ടാക്കണം, പിള്ളേർക്ക് കുടിക്കാനുള്ളത് ഉണ്ടാക്കണം. അങ്ങനെയുള്ള സാമ്പാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ സാമ്പാർ നമ്മൾ ചോറ് വെച്ച സാമ്പാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്നലെ അല്ല മെനഞ്ഞാന്ന് വെച്ചേ, അത് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കാനായിട്ട് അത് ഇന്നലെ എടുക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്താൽ മതി, നമുക്ക് കറി പിന്നെ ടെൻഷനില്ല. അപ്പം മാവൊക്കെ കോരി ഒഴിക്കട്ടെ. അപ്പം പ്രൈസം മോന് ടിഫിൻ കൊണ്ടുവന്ന കാര്യം നോക്കിയാൽ മതി, പോൾമോന് കൊണ്ടുപോണ്ട. അപ്പോൾ പ്രൈസം മോന് ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഇൻട്രോയും പറഞ്ഞു എന്താ മുഖം വല്ലാതിരിക്കുന്നതെന്ന്. രാത്രി ആയതന്നെ ആൾക്ക് നല്ല പനിയും ചുമയും. അങ്ങനെ 2-3 ദിവസത്തിന് മുമ്പിട്ട് സ്കൂളിൽ നിന്ന് ബസ്സിലോട്ട് കയറാൻ വരെ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു. ആ മഴ നനഞ്ഞ് ഇവിടെ വന്ന്. എന്നാൽ ഞാൻ റെയിൻകോട്ട് ബാഗിലുണ്ട്, അതെടുത്തിട്ടില്ല, അവൻ്റെ തെറ്റാ. എന്നാൽ ബസ്സുകാരും പറഞ്ഞില്ല എടുത്തിടുന്ന്. അങ്ങനെ ഇവർക്കൊക്കെ ഒരു ഇച്ചിരി എന്നാൽ ഇവിടെയുള്ള കൊച്ചുങ്ങളാണെങ്കിൽ എന്ത് മഴയാണ് നനയുന്നത്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതുങ്ങൾക്കൊക്കെ തലയിൽ ഒരിത്തിരി വെള്ളം വീണാൽ മതി, അതും ആ തലയിലെ വെള്ളവും വെച്ചുകൊണ്ട് അത്ര നേരം ബസ്സിൽ ഇരുന്ന് പിന്നെ ഇവിടെ വന്ന പിന്നെ ഞാൻ തുടച്ചെടുത്തത്. അപ്പോൾ ആൾക്ക് നല്ല വയ്യാഴിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡലി ഉണ്ടാക്കി. പിന്നെ പോളിന് വേണ്ടി ഈ കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടി കുറഞ്ഞ ദോശയെ റേച്ചാനും ഇഷ്ടം. അപ്പം അവനുണ്ടാക്കുന്ന കണ്ടുകൊണ്ട് റേച്ചാൻ പറഞ്ഞു റേച്ചാനും കട്ടി കുറഞ്ഞ ദോശ മതിയെന്ന്. പിന്നെ ഞാൻ ഒരു ട്രിപ്പ് കൂടി ഇഡലി ഉണ്ടാക്കി. അപ്പോൾ ആ ഇഡലി അധികമായിരുന്നു. പിന്നെ വൈകിട്ട് അത് ചായ കുടിക്കാൻ നേരം എടുത്തു. അപ്പോൾ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ ദിവസമാണ് ഡാഡിക്ക് വയ്യാതെ വന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഈ ഇഡലിയും 2 ഇഡലിയാണ് കഴിച്ചത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല പ്രൈസ് മോനെ കൊണ്ടുവിടാൻ പോയപ്പോഴായിരുന്നു ഈ സംഭവം. ഞാൻ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ഫ്രണ്ട് ടേബിളും ഇവർ എല്ലാം പോയി കഴിയുമ്പോഴല്ലേ നമുക്ക് എല്ലാം ഒതുക്കി പറക്കി എല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കല്. അവരാ കഴിയുന്നത് പോലെ അവർ കഴിയും. പ്രൈസൻ അങ്ങനെ ചെയ്യാറില്ല. പോൾ അവനാ കഴിയുന്നതൊക്കെ ചെയ്യും. പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവനെന്നേരം ആ സമയത്ത് പാൽ വാങ്ങിക്കാൻ പോയായിരുന്നു. പിന്നെ ഞാൻ മേശയെല്ലാം ഒതുക്കി കട്ടിലെല്ലാം വിരിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് റേച്ചാൻ ഡാഡിയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാനന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ ടൈലിൻ്റെയൊക്കെ ആ സംഭവം അതുകൂടെ ഒരു ഇച്ചിരി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. അന്ന് പോളിൻ്റെ കാലയെ കൊണ്ടതും ഒരു ഇച്ചിരി സാധനം മതി മനുഷ്യരുടെ ഇത്. നമ്മൾ ചിന്തിക്കും കുഞ്ഞൊരു ചീളല്ലേ, കുഞ്ഞൊരു മുള്ളല്ലേ, അല്ലെങ്കിൽ കുഞ്ഞൊരു സാധനമല്ലേ അല്ലേ. പക്ഷെ നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്നത് ഭയങ്കര പ്രശ്നമാവും. അപ്പം ഞാൻ കൊച്ചിന് മസാല ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഡാഡിയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഡാഡിക്ക് കൊടുക്കാനായിട്ട് കഞ്ഞിയും പയറും വയ്ക്കാമെന്ന് വെച്ച്. അന്നത്തെ ദിവസം പിന്നെ ഇതേ ചെയ്തുള്ളൂ. പിന്നെ വൈകുന്നേരമാണ് വൈകുന്നേരം രാത്രി ഒക്കെ ആകാറായണ്ണേ ഒരു മോരുകറി വെച്ച്. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ റീച്ചാൻ ഇന്നലെ റീച്ചാൻ ടിഫിൻ ഒക്കെ തയ്യാറാക്കിയായിരുന്നു. ഞാൻ ഇന്നലത്തെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഒന്ന് പയറൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് മനുഷ്യൻ്റെ മൈൻഡ് അങ്ങോട്ട് നടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ നിന്ന് വൈകിട്ട് ഞാൻ പിന്നെ ഇന്നലത്തെ ചോറൊക്കെ ഇരിപ്പുണ്ടാകുന്ന പറഞ്ഞില്ല, അതൊക്കെ എടുത്തൊന്ന് വെച്ച് വറുത്തിട്ട് മുട്ടയും പൊരിച്ച് പിള്ളേർക്ക് രാത്രിയിലും കഞ്ഞി മതിയെന്ന് പറഞ്ഞ് കഞ്ഞിയും പയറും പിന്നെ പപ്പടം ചുട്ട് ഞാൻ പപ്പടവും ചുട്ട് പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അന്നേരം നാരങ്ങ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അതുണ്ടായിരുന്നു. ഇന്നാളെ ഇരുമ്പം പുളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അപ്പം നാരങ്ങ മതിയെന്ന് പറഞ്ഞ് നാരങ്ങ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പേരിനും വേണ്ടിയേ കൊടുത്തുള്ളൂ. കാരണം ഒന്ന് ഒരു അങ്ങനെ വയറ് നിറയാനായിട്ട് ഞാൻ കൊടുത്തില്ല, വല്ലതും വീണ്ടും ഛർദ്ദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ രാത്രിയിൽ പിന്നെ ഇച്ചിരി കഴിച്ചു. അപ്പം പറഞ്ഞ് അത് ഇത്തിരി കൂടിപ്പോയെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, നോർമൽ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. നമ്മൾ അയ്യോ വേണമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ സാരമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പം ഇങ്ങനെ തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ എന്നോട് ബ്ലസ്സഡ് മോള് ചോദിച്ചായിരുന്നു, ചേച്ചി അപ്പച്ചൻ ഇത്രയും സ്ട്രിക്റ്റ് അപ്പച്ചൻ മിലിറ്ററിയിലായിരുന്നോ എന്ന്. അവളുടെ അപ്പച്ചൻ മിലിറ്ററിയിലാണ്, ഇതുപോലെ മീൻസ് മറ്റുള്ളവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല, എല്ലാം തന്നെ ചെയ്യും, അങ്ങനെയുള്ള ഇതാണ്. പക്ഷേ ഈ ഡാഡിയുടെ ഫാമിലിയിൽ ഡാഡിയുടെ ബ്രദറും ഇതുപോലായിരുന്നു. മറ്റുള്ളവരെ അവർ ബുദ്ധിമുട്ടിക്കുക, എത്രയോ അവർ തന്നെ ചെയ്യാമോ അത്രയും അവർ തന്നെ ചെയ്യും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അതിന് അത്ര താല്പര്യമല്ല. പിന്നെ ഞാൻ ഈ തോരൻ്റെ ഫുള്ള് വീഡിയോ എടുത്തില്ല കേട്ടോ, അങ്ങ് ഇത്രയും ഞാൻ കാണിച്ചെന്നേ ഉള്ളു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു ചീള പോൾമോൻ്റെ കാലേ കൊണ്ടത്. അവനാണെങ്കിൽ വേദനയെന്ന് പറയുന്നത്, ഞാൻ പറയുന്നില്ല ഇല്ലടാ ഒന്നുമില്ല എന്ന്. പക്ഷെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എനിക്കൊട്ട് പണ്ടത്തെ കൂട്ട് ഉള്ള ധൈര്യമില്ല, എനിക്ക് സൂചിയിട്ട് കുത്താനും വയ്യ. അപ്പോൾ അനു ഇങ്ങോട്ടോ നമ്മൾ പോയി കൈയൊക്കെ നന്നായി കഴുകിയിട്ട് വന്നിട്ട് ഇങ്ങനെ ആൻറ്റി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ സൂചിയിട്ട് കുത്തി ഇങ്ങോട്ട് എടുത്തപ്പോൾ അവൾ പറഞ്ഞു ആ ഉണ്ടായി അകത്തുണ്ടെന്ന്. അവളുള്ളത് കൊണ്ടാണ് അത് കുത്തിയെടുത്തത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ സംഭവം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ്. പക്ഷേ ഇങ്ങനെ ഈ 2 ടൈലും അവരെ ഇളക്കി, അത് കഴിഞ്ഞിട്ട് അവിടെ സിമെൻ്റൊക്കെ ഇട്ട് ചെയ്ത്, പിന്നെ അടുക്കളയിലും അതുപോലെ. അപ്പം നമ്മൾ വീട്ടിൽ ആളുള്ളപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സിമെൻ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം അതിൻ്റെ മണ്ടേ കൂടെ നടക്കാതിരിക്കണ്ടേ. അന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇവർ ഈ ടൈലൊക്കെ കട്ട് ചെയ്യുന്ന ആ പുകയൊക്കെ വന്നോണ്ട് ഞാൻ പിന്നെ 1.5 മണിക്കൂർ താഴെ പോയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ പുകയടിക്കുന്ന ഈ ഡസ്റ്റ് അലർജി എനിക്ക് പറ്റത്തില്ല. ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി വാ നമുക്ക് രണ്ടും കൂടെ പോയി താഴെ ഇരിക്കാമെന്ന്. ഡാഡി വന്നില്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ മുറിക്കകത്ത് അവസാനം പിന്നെ ഇച്ചിരിച്ച ഈ ഹോള് മീൻസ് ആ ടൈലിൻ്റെ വിടവുണ്ട്, അവിടെ വന്ന അയാൾ ഇത്തിരി വൈറ്റ് സിമെൻ്റ് ഇട്ടതാണ്. അപ്പോൾ രാത്രി പ്രാർത്ഥിക്കായതാണ്. ഞാൻ പറഞ്ഞു ഡാഡി ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഡാഡി ഈ പൊടി അടിച്ച്. അപ്പോൾ ഡാഡി പറഞ്ഞ് എൻ്റെ ജോലി ഇതുപോലെ പൊടിക്കകത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ലെന്ന്. 8 മണിയാണ് ഇവരുടെ ജോലി കഴിഞ്ഞ്. അവർ പറഞ്ഞു 3-4 മണിക്കൂർ അതിൻ്റെ അകത്ത് ചവിട്ടൊന്നും ചെയ്യല്, അങ്ങോട്ട് അടുക്കളയിലൊന്നും കയറുകയും ചെയ്യലെന്ന്. അപ്പോൾ ഇവർ രാവിലെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ടൈലൊക്കെ കിട്ടാൻ അവർ നോക്കിയിരുന്നു. അവർ വന്നപ്പം ഉച്ചയ്ക്ക് 3 മണിക്കാണ് വന്നത്. അത് രാവിലെ വന്നാണെങ്കിൽ നമുക്ക് രാത്രിയിലൊന്നും ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. പിന്നെ പിള്ളേരങ്ങ് മോസസ് വെളിയിൽ പിള്ളേരെ പാർട്ടിക്ക് കൊണ്ടുപോയതുകൊണ്ട് അവരൊരു 11 മണിയായിട്ടാണ് വന്നത്, 11 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് പിള്ളേരിട്ട് ചവിട്ടി തീക്കും നമുക്കുള്ളൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കും ചോറൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഡാഡിയുടെ ആ സംഭവമല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള വീഡിയോ ആണ്. അപ്പം അതെടുത്തൊന്ന് നമുക്ക് അടുക്കളയിലോട്ട് പോകാനും പറ്റത്തില്ല. അവരടുക്കളയെല്ലാം ചെയ്തിട്ടിട്ട് പോയി, ബാക്കിയെല്ലാം അവർ തുടച്ച തുണികളും എല്ലാം അവിടെ കിടക്കുന്നേ ഉള്ളൂ. അവർ 3-4 മണിക്കൂറെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് അകത്തോട്ട് അടുക്കളയിലോട്ട് പോകണ്ട. അപ്പം ഞങ്ങൾക്കും 3 പേർക്കും ഞങ്ങൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് വെളിയിൽ പാത്രം ഷോക്കേസിൽ പാത്രം ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വാഷ് ബേസിന് ഈ ഹോളിലുള്ള ആ 2 എണ്ണവും ടൈലും ഇട്ട്, അതുകൊണ്ട് അരുവിക്കൂടെ നമുക്ക് നടന്നു വരാൻ ഒക്കത്തുള്ളായിരുന്നു. അപ്പം അന്ന് വൈകിട്ട് അനു ഉച്ചയ്ക്ക് നോക്കിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു എടി പണി തീർന്നില്ലെന്നും പറഞ്ഞ് അവളങ്ങ് പോയി. അപ്പം പിറ്റേന്ന് അവരുടെ ഒരു വിശേഷ ദിവസമായിരുന്നു, എന്തോ രക്ഷാബന്ധനായിരുന്നു. അവൾ പറഞ്ഞു ആൻറ്റി ഞാൻ നാളെ അവധി എടുത്ത് എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞെടി അനു നീ എങ്ങനെയും ഇവിടെ ഇത്തിരി നേരം രാവിലെ വന്നിട്ടൊന്ന് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുവാന്ന്. പിന്നെ രാത്രി ഞങ്ങൾ ഇച്ചിരി പൊടിയൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടിയ സ്ഥലം ഒന്ന് തുടച്ചെടുത്ത്, പിന്നെ രാവിലെ അവൾ ഇവിടെ എനിക്ക് വേണ്ടി വന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നതിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.